ആളുകൾ പറയുന്നുണ്ട്, ഒരു മോട്ടോർ സൈക്കിളിന് വേഗതയുണ്ടെങ്കിൽ വെള്ളത്തിന് മുകളിലൂടെ ഓടിക്കാൻ കഴിയുമെന്ന്. ഈ മിഥ്യ പരിശോധിക്കാൻ ആദം ഒരു പദ്ധതി ആസൂത്രണം ചെയ്തു. സ്പീഡ് ബോട്ടിന്റെ പുറകിൽ ഒരു മോട്ടോർ സൈക്കിൾ വീൽ ഘടിപ്പിക്കുക. ബോട്ട് വേഗത്തിലാക്കുമ്പോൾ വീൽ ഉയർന്ന് വെള്ളത്തിന് മുകളിലൂടെ തെന്നി നീങ്ങണം. എന്നിട്ട് റൈഡറുടെ ഭാരം മുകളിൽ ചേർത്താൽ അതിപ്പോഴും പൊങ്ങിക്കിടക്കുമോ എന്നറിയാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ സിദ്ധാന്തം ശരിയായിരിക്കും. ഉച്ചയോടെ ടെസ്റ്റ് റിഗ് തയ്യാറായി. യഥാർത്ഥ പരീക്ഷണത്തിനുള്ള സമയം. ബോട്ട് മണിക്കൂറിൽ 50 മൈൽ വേഗതയിലെത്തിയപ്പോൾ അവർ പ്രതീക്ഷിച്ചതുപോലെ വീൽ പ്രവർത്തിച്ചു. അത് വെള്ളത്തിൽ നിന്ന് ഉയർന്ന് കറങ്ങാൻ തുടങ്ങി. അത് സിദ്ധാന്തം ശരിയാണെന്ന് സ്ഥിരീകരിച്ചു. അടുത്തതായി അവർ ഒരു തടാകത്തിലേക്ക് പോയി ഒരു പ്രൊഫഷണൽ മോട്ടോക്രോസ് റൈഡറെ കൊണ്ടുവന്നു. ആദ്യത്തെ പരീക്ഷണം 38 ഇഞ്ച് ആഴമുള്ള വെള്ളത്തിലായിരുന്നു. റൈഡർ ഒരുപാട് ദൂരം ഓട്ടി മണിക്കൂറിൽ 60 മൈൽ വേഗതയിൽ തടാകത്തിലെത്തി. 100 അടി ദൂരം ഉപരിതലത്തിലൂടെ ഓടിക്കാൻ കഴിഞ്ഞു. പിന്നീട് ജാമി അവസാന പരീക്ഷണത്തിനായി ഇറങ്ങി. മണിക്കൂറിൽ 80 മൈൽ വേഗതയിൽ തടാകത്തിലെത്തി. പൂർണ്ണ വേഗതയിൽ ഉപരിതലത്തിലൂടെ തെന്നി നീങ്ങി. ഒടുവിൽ വെള്ളത്തിലേക്ക് താഴുന്നതിനു മുമ്പ് 300 അടിയിലധികം ദൂരം ഓടിച്ചു.